നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഞാൻ റജി മണ്ണേലാണ്. എന്താണ് റജി മണ്ണേൽ ഷോ എന്ന് ചിന്തിക്കുന്നുണ്ടാവും ഇങ്ങനെ ഒരു ടൈറ്റിൽ കാണുമ്പോൾ. കഴിഞ്ഞ 10-25 വർഷങ്ങൾക്ക് മുൻപുള്ള കാലം ഏഷ്യാനെറ്റിൽ പിച്ചവെച്ച അവതാരകനായിട്ടുള്ള ഒരു രംഗപ്രവേശനം, അതിനുശേഷം ഒരുപാട് ചാനലുകൾ, ദേവാദീനം, അങ്ങനെ പരിപാടികളിൽ അവതരിപ്പിക്കാനും സ്റ്റേജ് പ്രോഗ്രാമുകൾ വരാനൊക്കെ ഉള്ള അവസരം കിട്ടിയപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളോടുള്ള ഒരു കടപ്പാട്, റേഡിയോ ശ്രോതാവായിട്ട് നിങ്ങൾ ഒരു റേഡിയോ അവതാരകർ എന്ന സ്നേഹം ഒക്കെ എന്നും ഹൃദയത്തിൽ സൂക്ഷിക്കുകയാണ് ഞാൻ. ഈ അടുത്ത് എന്നെ ഏറ്റവും അതിശയിപ്പിച്ച ഒരു ഗാനം, അതിൻ്റെ പിന്നണി പ്രവർത്തകർ, അതുണ്ടാക്കിയിട്ടുള്ളൊരു ഓളം, ഇത് ചെറുതല്ല. പ്രിയരെ, ഇത് വിശുദ്ധ റമദാൻ മാസമാണ്. ജാതിമത ഭേദമന്യേ ലോകമെമ്പാടുമുള്ളവർ റമദാനെ ബഹുമാനിക്കുകയും വ്രതം നോൽക്കുന്നവരെ ആദരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് വിസ്മയത്തോടെ കാണാൻ കഴിയുന്ന കാലം. അങ്ങനെയെങ്കിൽ ഈ റമദാൻ മാസത്തിൽ ഇറങ്ങിയ ഒരു ഭക്തിഗാനം, ഒരുപക്ഷെ റമദാൻ ഉദ്ദേശിച്ച് ചെയ്തതല്ല ഈ യുവ സമൂഹം ആ ഗാനം, പക്ഷേ അതുണ്ടാക്കിയിട്ടുള്ള ഒരു ചലനം വളരെ വലുതാണ്. ആ ഗാനത്തെ അടുത്തറിയാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോടൊപ്പം ഈ ഒരു വീഡിയോയിലൂടെ എത്തിയിരിക്കുന്നത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് സമ്മിലൂനി എന്ന് പറയുന്ന ഒരു ആൽബം, അത് അൻഷാദ് തൃശ്ശൂർ ചെയ്തതാണ്, ഖത്തറിൽ നിന്ന്. ഓർമ്മയില്ലേ പാട്ട്? പുതപ്പിട്ടു മൂടു ഖദീജ, ചേർത്തുന്നണയ്ക്കൂ ഖദീജ. ഞാൻ പാട്ടുകാരനല്ലാത്തതുകൊണ്ട് ഇത്രേ പറ്റുള്ളൂ. പക്ഷേ ഈ പാട്ട് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന, അല്ലെങ്കിൽ പരിചയം പുതുക്കാൻ പോകുന്ന മദീനത്തുൻ നബവിയ എന്ന് പറയുന്ന പാട്ട് ഇതിലും വലിയ ഹിറ്റാണ്. എന്താണ് ആ പാട്ടിൻ്റെ പ്രത്യേകത? നമുക്കടുത്തറിയാം. ഒപ്പം ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ചവരെയും. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത്, ഇതിൻ്റെ പിന്നണിയിലുള്ള ഒരു ബഹുഭൂരിപക്ഷവും എൻ്റെ നാട്ടുകാർ, അതായത് കരുനാഗപ്പള്ളിയുടെ പ്രാന്തപ്രദേശങ്ങളിലുള്ള എൻ്റെ അയൽക്കാരടക്കമുള്ളവരാണ് എന്നുള്ളതാണ്. അവരെ നിങ്ങൾക്കും പല ചാനലുകളിലൂടെയും വെബ് സീരീസിലൂടെയും സിനിമകളിലൂടെയും വേദികളിലൂടെയും അറിയാമെന്നുള്ള പ്രത്യേകതയുണ്ട്. നമുക്ക് പരിചയപ്പെടാം അവരെ. വൺസ് അഗൈൻ, വെൽക്കം ടു ദ ഷോ, റജി മണ്ണേൽ ഷോ. എല്ലാ വിശ്വാസികളും ഒടുവിലെത്തിച്ചേരാൻ, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് എത്തിച്ചേരാൻ കൊതിക്കുന്ന ആ പുണ്യഭൂമി മദീനയുടെ വരികൾ എഴുതിക്കൊണ്ട് ഇന്ന് സോഷ്യൽ മീഡിയയിൽ എന്ന് മാത്രമല്ല എല്ലാ ചർച്ചകളിലും ജാതിമത ഭേദമന്യേ ഈ പാട്ട് ഇഷ്ടപ്പെട്ട് ചർച്ച ചെയ്യുന്ന വ്യക്തി, ഒരു ഗാനരചയിതാവാണ്. എൻ്റെ നാട്ടുകാരൻ കൂടിയായ റിയാസ് കരുനാഗപ്പള്ളിയെ സ്വാഗതം ചെയ്യുന്നു. റജി മണ്ണേൽ ഷോയിലേക്ക് റിയാസിന് സ്വാഗതം, വെൽക്കം. എന്താണ് ഈ ഒരു പാട്ട് ഇത്രയും ഹിറ്റായതിനു ശേഷമുള്ള കരുനാഗപ്പള്ളിക്കാരൻ്റെ ഒരു ഇപ്പോഴത്തെ വികാരം? വളരെ സന്തോഷം. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു. ഒരുപാട് പാട്ടുകളൊക്കെ എഴുതാൻ സാധിച്ചെങ്കിലും ആളുകളൊക്കെ ഒന്ന് അറിയപ്പെടാൻ സാധിച്ചത് എല്ലാവരും മോടി നടക്കണം. അതെ അതെ, ഒരുപാട് ആളുകളൊക്കെ വിളിക്കുകയും സന്തോഷം അറിയിക്കുകയും. അല്ല, റിയാസ് പാടോ? ഇല്ലല്ല, ഒരിക്കലും പാടത്തില്ല. നല്ല വോയിസ് ആണല്ലോ. നല്ല പാടാൻ വേറെ ആരും പറഞ്ഞിട്ടില്ലേ? ഇല്ല, ആരും പറഞ്ഞിട്ടില്ല. ചുമ്മാ ഞാൻ റിയാസിന്റെ കമ്പനിയുടെ പരസ്യത്തിൽ റിയാസിന്റെ വോയിസ് അല്ലേ കൊടുത്തേക്കുന്നത്? ലുക്ക് ടോപ്പ് ഇൻഫ്രാടെക് നമ്മുടെ സ്ഥാപനത്തിന്റെ പേരാണ്. അത് ഞങ്ങൾ പാർട്ണർഷിപ്പ് ആയിട്ട് അതെന്റെ സുഹൃത്താണ്, എന്റെ പാർട്ണർ. ഞാൻ വെച്ച് റിയാസിന്റെ വോയിസ് കേട്ടപ്പോ അങ്ങനെ തോന്നി. ഓക്കെ, എന്തായാലും ഒരുപാട് സന്തോഷം. കാരണം എന്താ പറഞ്ഞാല് ഒത്തിരി എഴുത്തുകാരുണ്ട് നമുക്ക്. പാട്ടുകൾ എഴുതുക, സംഗീത സംവിധാനം ചെയ്യുക, അല്ലെങ്കിൽ സംവിധാനം ചെയ്യുക, അഭിനയിക്കുക. പക്ഷെ അവരെ ആരും ഇപ്പോൾ സിനിമയിൽ എത്രയോ പേരുണ്ട്. നമുക്ക് നടന്മാരെ, ആ നടനില്ലേ താടി വെച്ച, അല്ലെങ്കിൽ മെലിഞ്ഞ് നീണ്ടെന്നൊക്കെ പറയത്തുള്ളൂ, അയാളുടെ പേരറിയാത്ത ഒരുപാട് പേരുണ്ട് എന്ന് പറയുന്നവരാണ്. പക്ഷെ ഇവിടെയാണ് റിയാസിന് ഒരു ഐഡന്റിറ്റി കിട്ടിയത്, മദീനത്തുൻ നബവിയ. എന്തായിരുന്നു അതിലേക്കുള്ള വരവ്? നമ്മള് ഇപ്പൊ സമ്മിലൂനി എന്ന് പറയുന്ന ഒരു സൂപ്പർ ഹിറ്റ്, ഒരു വളരെ വിസ്മയകരമായിട്ടുള്ള ഒരു പാട്ട് കേൾക്കുകയും അതിൽ ആണ് നമ്മൾ ആ പഴയ കാലം തിരിച്ചു വരുന്നത് എന്നൊരു തോന്നലാണ് നമ്മളെ ഈ പാട്ട് എഴുതാൻ പ്രേരിപ്പിച്ചത്. എങ്കിലും ഇത് മനസ്സിലുണ്ടായിരുന്നു കുറെ വർഷങ്ങൾക്ക് മുന്നേ ആയിട്ട്. അതിന്റെ ഒരു പല്ലവി. എത്ര പ്രാവശ്യം ഉംറ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഹജ്ജ് ചെയ്യാൻ ഭാഗ്യം ഉണ്ടായിട്ടില്ല. ഞാൻ സൗദിയിലുള്ള സമയത്ത് ഒരുപാട് പ്രാവശ്യം ഉംറ ചെയ്തിട്ടുണ്ട്. മദീനയിലാണോ മക്കയിലാണോ കൂടുതൽ ഇരുന്നിട്ടുള്ളത്, രാത്രി പാർത്തിട്ടുള്ളത്? മദീനയിലാണ്. അതെല്ലാവരും അങ്ങനെയാണല്ലേ? നമ്മളവിടെ ചെല്ലുമ്പോഴേ അറിയത്തുള്ളൂ. നമ്മളിത് കാണുന്ന പ്രേക്ഷകരോടും നമ്മളത് പറയേണ്ടിയിരിക്കുന്നു. കാരണം മക്ക മദീനയിലേക്കൊക്കെ എത്താൻ പറ്റുന്നവരുടെ ഒരു വലിയ രാത്രിയൊന്നും ഫീലേ തോന്നത്തില്ല. മദീനയുടെ ആ ചുറ്റുവട്ടത്ത് എവിടെ ഹോട്ടലിൽ താമസിച്ചാൽ പോലും നമുക്ക് മദീനയുടെ ആ ഒരു കോമ്പൗണ്ടിൽ നമ്മൾ രാത്രിയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ എത്ര നേരം ഇരുന്നാലും രാവും പകലും ഒന്നും തിരിച്ചറിയാം. പറഞ്ഞോളൂ, ഞാൻ വൈകാരികമായിട്ട് മദീനയെ കുറിച്ച് കൂടുതലായി സംസാരിക്കേണ്ടതായിട്ടുണ്ട്. മദീന അങ്ങനെയാണ്, നമ്മളെപ്പോഴും മാടി വിളിച്ചുകൊണ്ടേയിരിക്കും. അത്രയും ശാന്തസുന്ദരമായ ഒരു ഭവനമാണ് മദീന.
പ്രത്യേകിച്ച് അതിൻ്റെ ലാൻഡ്സ്കേപ്പ്, പ്രകൃതി എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ക്ഷണിക്കപ്പെടുന്നത് പോലെയാണ്. എനിക്ക് അവിടെ ഇരിക്കാൻ വളരെ ഇഷ്ടമാണ്. ഞാൻ അവിടെ ഇരുന്നപ്പോൾ തന്നെ എൻ്റെ മനസ്സിലെ കാഴ്ചപ്പാടുകളാണ് ഞാൻ പാട്ടിലൂടെ, എൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങളാണ് ഞാൻ പാട്ടിലൂടെ പറഞ്ഞിരിക്കുന്നത്, വരികളിലൂടെ പറഞ്ഞിരിക്കുന്നത്. അൻഷാദ് തൃശ്ശൂർ സമ്പലൂനി എന്ന് പറയുന്ന ഒരു ആൽബം ഹിറ്റാക്കി സംഗീതം നൽകി, അത് പാട്ട് ഒരുപാട് വൈറലായി എന്നുള്ളതിനപ്പുറം ഒരുപാട് വർഷങ്ങളായിട്ട്, എനിക്ക് തോന്നുന്നു ഒരു 10-25 വർഷങ്ങളായിട്ട് എനിക്ക് പേഴ്സണലി അദ്ദേഹത്തെ പരിചയമുണ്ട്. നമ്മുടെ മുൻനിര ഗായകർക്കൊപ്പം, എല്ലാവർക്കും ഒപ്പം, കണ്ണൂർ ഷെരീഫ് അടക്കമുള്ള മുൻനിര ഗായകർക്കൊപ്പം തന്നെ ഒരു പാട്ടുകാരനായിട്ട് ദുബായിൽ ഷോ ചെയ്തുമൊക്കെ വന്നിട്ടുള്ള ഒരു സംഗീത സംവിധായകനും ഗായകനും ഒക്കെയാണ് അൻഷാദ്. സമ്പലൂനി അല്ലെങ്കിൽ മനോജ് കെ ജയൻ പാടി അങ്ങനെയൊക്കെയുള്ള പാട്ടുകളൊക്കെ ഹിറ്റാവുന്ന സമയത്ത് അൻഷാദിനെ ഒരുപാട് ഒരു അനിയൻ എന്നുള്ള സ്ഥാനത്തിനപ്പുറം ബഹുമാനിച്ചിട്ടുള്ള ഒരു അവസ്ഥയാണുള്ളത്. എങ്ങനെയായിരുന്നു അൻഷാദുമായിട്ട് കണക്റ്റഡ് ആയത് ഈ പാട്ടിന് വേണ്ടി? ഞാൻ അൻഷാദുമായിട്ട് പേഴ്സണലി മെസ്സേജ് ചെയ്തിട്ട് കണക്ട് ആയതാണ്. പുള്ളിക്ക് ഞാൻ എൻ്റെ 4 വരികളാണ് ആദ്യം അയച്ചു കൊടുത്തത്. അതൊരു ട്രാക്കിലേക്ക് കൊണ്ടുവന്നു. ഇനി ഒരു വലിയ ടീം വരാൻ പോകണം നമ്മളോട്. അതിനു മുമ്പ് എനിക്ക് പേഴ്സണലി ഒരു അയൽക്കാരൻ എന്നൊക്കെ ഉള്ള രീതിയിൽ മദീനത്ത് നബവിയ എന്ന് പറയുന്ന ആൽബം, നമ്മുടെ പേരതാണല്ലോ അല്ലേ? അപ്പം അതിൽ എഴുതി കഴിഞ്ഞ് ഇത്രയും ഹിറ്റായി കഴിഞ്ഞിട്ട് മാഷാല്ലാ ഏത് വരിയാണ് എനിക്കിത് എഴുതാൻ പറ്റിയല്ലോ എന്ന് സ്വയം അഭിമാനിക്കുന്ന ഒരു ഭാഗം അല്ലെങ്കിൽ 2 വരി? എല്ലാ ആളുകളും പറഞ്ഞ അതിൻ്റെ ഓരോ വരികളും ഇട്ട് പിടിക്കുന്നത് പോലെയാണെന്ന്. അതെനിക്ക് അടുത്ത വരികൾ എഴുതാനുള്ള അല്ലെങ്കിൽ അടുത്ത വർക്ക് ചെയ്യാനുള്ള ഒരു പ്രചോദനമായി മാറി എന്നുള്ളതാണ്. അടുത്ത വർക്കിന്റെ ഇപ്പോൾ പറയേണ്ട സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ. കീപ് വാച്ചിങ് ഉർവജി മണ്ണേൽ ഷോ. 2 താരങ്ങളോടൊപ്പമാണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരു ആൽബത്തിൻ്റെ സംഗീത സംവിധായകൻ, ഗാനരചയിതാവ് എന്ന് പറയുന്നത് പോലെ തന്നെ പ്രാധാന്യമുള്ള കഥാപാത്രം. കാരണം മ്യൂസിക് ആൽബംസ് നമുക്ക് അപരിചിതമല്ല. കാരണം ഒരുപാട് മ്യൂസിക് ആൽബങ്ങൾ കാണുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്നാലും അതിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തത നൽകാൻ പറ്റിയ 2 ക്യാരക്ടർ അവർക്ക് കിട്ടിയെന്നുള്ളതാണ്. ഒരുപക്ഷെ അവരുടെ മുൻ പരിചയം അല്ലെങ്കിൽ സിനിമയിലോ വെബ് സീരീസിലോ സ്റ്റേജിലോ ഒക്കെയുള്ള പരിചയമൊക്കെ ആവാം 2 പേരെയും. ഇത് ജഗദീഷ് കരുനാഗപ്പള്ളി ആൻഡ് ദിസ് ഈസ് റിയാസ് സിദ്ദിഖ്. ഞാൻ റിയാസിന് കരുനാഗപ്പള്ളിനോടുള്ള ഒരു വാല് കൂടി തരുന്നു. നിനക്കൊരു വാലിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഇവർ 2 പേരുമാണ് ഈ ഒരു മദീനത്ത് നബവിയിലെ പ്രധാന കഥാപാത്രങ്ങൾ. നിങ്ങൾ ആ വിഷ്വലിൽ ഓർക്കുന്നുണ്ടാവും. മദീനയിലേക്ക് എത്താൻ മനസ്സ് വെമ്പുന്ന ഒരു ഫക്കീറിൻ്റെ എല്ലാ വികാരങ്ങളും ഞാൻ ജഗദീഷിനെ നേരിട്ട് കണ്ടപ്പോൾ ഞെട്ടിയത്, ഈ ആളാണോ, ഈ ചെറിയ പയ്യനാണോ ആ കഥാപാത്രം? സിനിമ എങ്ങനെയാണല്ലോ, നമ്മുടെ പണ്ട് തിലകൻ്റെ ഒക്കെ കാര്യം പറയില്ല, തിലകനൊക്കെ വളരെ ചെറിയ പ്രായത്തിലാണ് വൃദ്ധനായിട്ട് അഭിനയിച്ചത് എന്ന് പറയും. അങ്ങനെ ചില അഭിനയിക്കാൻ അറിയുന്നവർക്ക് അങ്ങനെ ഒരു മാറ്റമായിരുന്നു. ജഗദീഷ് തന്നെ പറയൂ, എങ്ങനെയാ കഥാപാത്രത്തെ ഉൾക്കൊണ്ടു? കഥാപാത്രത്തെ ഉൾക്കൊണ്ടത് റിയാസ്, നമ്മുടെ ഇത് പാട്ട് എഴുതിയേക്കുന്ന റിയാസ് എൻ്റെ ഒരു ബാല്യകാല സുഹൃത്തു കൂടിയാണ്. അവനിത് എൻ്റെ ഒരു കണക്കൂട്ടിൽ കറക്റ്റ് ആണെങ്കിൽ ഒരു 12 വർഷത്തോളമായി അവൻ ഈ പാട്ട് എഴുത്തിലേക്ക് വന്നു, ഈ ഒരു ഗാനത്തിലേക്ക് വരാൻ തുടങ്ങി. ഇത് മനസ്സിലിട്ടിട്ട്. അന്നത്തെ സാഹചര്യം മോശമായിരുന്നു. ഇത് പല ആൾക്കാരെ സമീപിച്ചു, പക്ഷെ അവരാരും അത് ഉൾക്കൊള്ളാൻ തയ്യാറായില്ല അന്നത്തെ കാലത്ത്. പിന്നീട് ഇപ്പം എന്തോ ഒരു ഈശ്വരാധീനം, ഇപ്പം വിശുദ്ധ റമദാനിന്റെ സമയം കൂടിയാണ്. തന്നെയല്ല, അത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞല്ലേ. എനിക്കിപ്പോ ജഗദീഷിന്റെ ഒരു മാനസിക വ്യാപാരം എന്ന് പറയുന്ന ഒരു ഫീലിംഗ് മനസ്സിലാവും. കാരണം ഇത്രയും ഹിറ്റായിട്ട് മാറി, ഇത്ര ചെറുപ്പമായിട്ടുള്ള ഒരാൾ, ഇത്ര പ്രായമുള്ള ഒരാൾ, പ്രത്യേകിച്ച് ആ എന്താ പറയുക പല ഭാവങ്ങളും അതെടുക്കുന്നതും നടക്കുന്നതും അത് ആൽബം കാണുന്നവർക്ക് ഇനിയും കാണാനിരിക്കുന്നവർക്കൊക്കെ മനസ്സിലാവും. അങ്ങനെ ആ ഒരു വേഷപ്പകർച്ച എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇപ്പം ഈ സാഹചര്യം കൊണ്ട്, അതായത് ഞാൻ പറഞ്ഞു വന്നതാ, 12 വർഷത്തോളം അവന്റെ മനസ്സിലിട്ട് ചിട്ടപ്പെടുത്തിയ ഒരു ഗാനമാണ്. അന്നേരം അത്രയ്ക്ക് അത് ഒരു ഉൾക്കരുത്ത് ആ ഗാനത്തിനുണ്ട്. അത് താങ്കളോട് പറഞ്ഞിരുന്നു? അതെ. അല്ല, ഞങ്ങള് പറഞ്ഞില്ലേ കുട്ടിക്കാലം തൊട്ടേ ഞങ്ങള് കേട്ടിട്ടുണ്ട്. പക്ഷെ അന്നൊക്കെ ഇത് ജഗദീഷ് ആയിരിക്കും ഈ കഥാപാത്രം എന്നൊന്നും പറഞ്ഞു? ഒരിക്കലും ഇല്ല. അതിപ്പം വേറെ ആളെ വെച്ച് നല്ല രീതിയിൽ ചെയ്യണം എന്നൊരു ആഗ്രഹം അവനുണ്ടായിരുന്നു. പക്ഷെ ഇതിപ്പോ വന്നപ്പോഴും ഇറങ്ങി കഴിഞ്ഞിട്ടും പറഞ്ഞോ വേറെ ആളെ വെച്ച് ചെയ്താൽ മതിയായിരുന്നു? ഇല്ലല്ലോ, ഇത് തന്നെയാണ് കറക്റ്റ് കാസ്റ്റിംഗ്. റിയാസ് കരുനാഗപ്പള്ളിയുടെ വലിയ കണ്ണുകളും വലിയ മനസ്സുമാണ്. കാരണം ജഗദീഷ് എന്ന് പറയുന്ന ഒരു ഈ നമ്മൾ ഈ മനോരമ വാരികയിലൊക്കെ ജോസ് എന്നൊക്കെ പറഞ്ഞ് കഥാപാത്രത്തെ വരയ്ക്കില്ലേ, അതായത് ഒരു എസ്റ്റേറ്റ് ഏരിയയിൽ മേഴ്സിയെ പ്രേമിക്കുന്ന ജോസ്, അതേപോലെ കൂടെ ഒരു ഫിഗറാണ്. ഈ ആൾക്ക് എങ്ങനെ മദീനയിലെത്താൻ വെമ്പൽ കൊള്ളുന്ന ഒരു ഫക്കീറാകാൻ പറ്റുമെന്നുള്ള ഒരു കാഴ്ചപ്പാട്, അത് വളരെ മനോഹരമായിട്ട്. ഒട്ടും നാടകീയതയില്ല അതിനകത്ത്, മേക്കപ്പ് ഫീൽ ചെയ്യത്തില്ല, ഒറിജിനലായിട്ടുണ്ട്. ദാഹിച്ച് വരുന്ന പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു ആ മരുഭൂമി കൂടി നടന്ന്. അത് നമ്മുടെ റിയാസ്, ഇതിന്റെ കഥ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന റിയാസ്. അല്ല, താങ്കൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ദൈവിക കഥാപാത്രം എന്നൊക്കെ പറയുന്ന പോലെ ഇങ്ങനെ ആ കടപ്പുറത്ത്
ഈ ഫക്കീറിന്റെ കൂടെ നടക്കുന്ന അല്ല, അത് എന്നെ തെരഞ്ഞെടുത്തത് ഇതിന്റെ എഴുത്തുകാരനും നിർമ്മാതാവായ റിയാസ് തന്നെയാണ്. ആ അവൻ ഒരു ദിവസം വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു ആൽബം ഉണ്ട് ഇതുപോലെ ചെയ്യണം, നീ ചെയ്യണമെന്ന് പറഞ്ഞു. അത് വന്ന വഴി എന്ന് പറഞ്ഞാൽ ഞാൻ തൊട്ട് മുന്നിൽ ചെയ്ത ഒരു ഷോർട്ട് ഫിലിം ഉണ്ട്, പത്തുമ്മയുടെ ആട്. അത് കണ്ടിട്ട് എന്നെ വിളിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ മുടിയാണ് പ്രധാനമായും കാരണം. അവൻ വിളിക്കാനുള്ള കാരണം ഈ മുടിയാ. മുടി ശരിക്കും വല്ല സിനിമയ്ക്കും വളർത്തിയതാണ്? അതെ അതെ. ഏത് സിനിമയ്ക്കായിരുന്നു? ഇപ്പൊ ഒരു സിനിമ വരുന്നുണ്ട്, കരയൻ. മുടിയനായ പുത്രൻ അല്ലല്ലോ? അല്ലല്ല, കരയൻ എന്ന് പറഞ്ഞൊരു സിനിമ വരുന്നുണ്ട്. ഓ, അതിലെന്താണ്? അതിലൊരു വില്ലൻ റോളാ. ആ വില്ലനാണ് ഇവിടെ ഈ ലക്ഷക്കണക്കിന് ആൾക്കാരെ ഈ റമദാൻ മാസത്തിന്റെ പവിത്രതയിലും ഭക്തിഗാനത്തിലേക്കും മദീനയിലേക്ക് വലിച്ചെടുപ്പിക്കുന്ന റിയാസ് കരുനാഗപ്പള്ളിയുടെ വരികളോടൊപ്പം നിർത്തുന്നതിനകത്ത് ഒരു ഭയങ്കര സൂഫി തുപ്പി വെച്ചാ സൂഫിയാവും, വില്ലനായി മാറും. അപ്പൊ എന്തായാലും പ്രിയരെ, നിങ്ങൾ കാണുന്ന പോലെ തന്നെ നമ്മുടെ ഇത് റിയാസ് സിദ്ദീഖ് എനിക്ക് ഒരുപാട് നാളത്തെ പരിചയമുണ്ട്. എനിക്ക് നാട്ടിൽ ഗൾഫിൽ നിന്നൊക്കെ വല്ലപ്പോഴും ലീവിന് നാട്ടിൽ വരുന്ന കൂട്ടത്തിലാണ് അദ്ദേഹം വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കുറേ ജോലികളുടെ ഇടയിൽ ഒരു ഡിസ്ട്രിക്ട് ചാനലിൽ, നമ്മുടെ V1 എന്ന് പറയുന്ന ചാനലിൽ അദ്ദേഹം വർക്ക് ചെയ്തിരുന്നു. ആ സമയത്ത് എന്നെ ഒരു അഭിമുഖത്തിനായിട്ട് പരിചയപ്പെടുത്തി. പിന്നീട് ഒരു പ്രോഗ്രാം ചെയ്യണമെന്ന് നിർബന്ധിച്ച് ഷാൻ ചാർലിയുടെ ഒക്കെ കൂട്ടത്തിൽ ഇവർ രണ്ടുപേരുമാണ് എന്നെ ആ പ്രോഗ്രാമിലേക്ക് കൊണ്ടുവന്നത്. ഇപ്പോഴും അത് ടെലികാസ്റ്റ് ചെയ്ത് വരുന്നുണ്ടെന്നുള്ളതാണ്, റിപ്പീറ്റ് എപ്പിസോഡിലായിട്ട് ഹിന്ദി പാട്ടിൻ്റെ. ഒരുപാട് സന്തോഷം. എനിക്ക് അന്ന് തൊട്ടേ പ്രായത്തിൽ ചെറുതാണെങ്കിൽ ഒരുപാട് ബഹുമാനമുള്ള ഒരു നടനാണ്. അഭിനയത്തിന്റെ കാര്യത്തിൽ പറയുമ്പോഴത്തേക്കും എന്തായിരുന്നു? യാദൃശ്യമായിട്ട് അഭിനയത്തിലേക്ക് വന്നത്. ഞാൻ എഴുത്തായിരുന്നു എന്റെ മെയിൻ റോൾ. അത് ഈ വെബ് സീരീസ് ഒക്കെയോ? എഴുത്തെന്ന് പറയുമ്പോൾ വെബ് സീരീസ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ഫിലിം എഴുതുമായിരുന്നു, കവിതകൾ എഴുതും. മദീനത്തിന്റെ ഭൂമി എന്ന് പറയുന്ന ആൽബം ഉണ്ടാക്കിയിട്ടുള്ള എനിക്ക് ആ കഥാപാത്രം ഒരുപാട് വലിയ വേഷഭൂഷാദികളൊന്നും ഇല്ലെങ്കിൽ പോലും ആ ഫീല് വരുത്തുന്നുണ്ട്. അതിലെ ആ ഒരു മൂവ്മെന്റ്, സ്ലോ മോഷനിൽ നടക്കുന്നത്. ഒട്ടകത്തിന്റെ പുറത്തൊക്കെ അത് ലൈസൻസ് ഉണ്ടായിരുന്നോ? അത് അവൻ ലൈസൻസ്, ആ ഒട്ടകത്തിന്റെ മുതലാളി ലൈസൻസ് ഗൾഫിലുള്ള അറബ് രാജ്യത്തെ ഒട്ടകമാണോ? അറബ് രാജ്യത്തെ ഒട്ടകം ജനിച്ചത് അറബ് രാജ്യത്ത് ആയിരിക്കണം. ഇവിടെ അല്ല. ബർത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ കാണിച്ചായിരുന്നു. ശരിക്ക് നമ്മളൊക്കെ അത് ആദ്യം ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് ആ ഒരു പെട്ടെന്നൊരു വലിയൊരു അതിശയമായിരുന്നു. കാരണം ആ ഒരു ഫീല് വരുത്താൻ വേണ്ടി സംവിധായകൻ അതിലൊരിക്കൽ ഒട്ടകം വരെ, ഒട്ടകത്തിന്റെ പുറത്ത് ശരിക്കും എവിടെയുള്ള ഒട്ടകം? അത് നമ്മുടെ നാട്ടിൽ തന്നെ. എവിടെ? നമ്മുടെ അഴീക്കലുള്ള നമ്മുടെ അഴീക്കൽ നമ്മൾ സാധാരണ കാണുന്ന. പക്ഷെ അത് ഈ ഒരു പാട്ടിൽ വന്നപ്പോഴത്തേക്ക് ശരിക്കും ഒരു ഗൾഫ് പശ്ചാത്തലം. ഇപ്പോ ജഗദീഷ് എന്ന് പറയുന്ന ആ ഒരു ഫക്കീർ കഥാപാത്രം നടന്നു വരുന്ന മണൽ തരികളൊക്കെ പോലെ തന്നെ അതൊക്കെ നമ്മുടെ മണ്ണ് തന്നെയാണ്. നമ്മുടെ മണ്ണ് തന്നെ. അത് എടുത്തിരിക്കുന്ന രീതി, അതിന് നന്ദി പറയേണ്ടത് യഥാർത്ഥ ഫുൾ ക്രെഡിറ്റും പോണ്ട് സംവിധായകനാണ്. സംവിധായകൻ വരുമ്പോ ഞാൻ പറയാനിരിക്കുക, സംവിധായകൻ വന്നോണ്ടിരിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ടാണല്ലോ ഞാനിങ്ങനെ കയറി മെയിന്നത്. സംവിധായകൻ വന്ന് എന്നെ കടിഞ്ഞാടുന്നവരെ ഞാനിങ്ങനെ റജി മണ്ണൽ ഷോ എന്ന് പറഞ്ഞിട്ട് വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞോണ്ടിരിക്കും. എന്തായാലും നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് എന്നൊക്കെ പറയുന്ന പടം ഒരു 100 crores വരുന്നു എന്ന് പറയുന്ന പോലെ അതിന്റെ സെറ്റ് ഒരു വലിയ സംഭവമാണ് പടത്തിന്റെ, അല്ലെ? എന്ന് പറയുന്ന പോലെയാണ് ഇതില് വളരെ നമ്മുടെ വെള്ളനാത്തുരുത്ത്, അല്ലെ, അഴീക്കൽ, പിന്നെ എവിടെയൊക്കെയാ? ആറാട്ടുപുഴ, ഈ ഭാഗങ്ങളൊക്കെ. അതെ, ഈ ഭാഗങ്ങളൊക്കെ തന്നെ. ഇവിടെ നമ്മുടെ തഴവയിലുണ്ട് കുറച്ച് ഭാഗം. ഓക്കെ. അപ്പൊ നമ്മുടെ പ്രാന്തപ്രദേശങ്ങളൊക്കെ തന്നെ ആണെങ്കിലും അതിനൊരു ശരിക്കൊരു ഫീല് കൊടുത്തിട്ട് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് ഇങ്ങനെ കണ്ടിട്ട് പറഞ്ഞു, എൻ്റെ ഫ്രണ്ട്സാണ് ഇത് ഫുള്ള് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഈ വീഡിയോ കാണിച്ചു കൊടുത്ത്. ആദ്യം തുടക്കത്തിലൊക്കെ ഇതിങ്ങനെ ഇറങ്ങി ആളുകളിലേക്ക് എത്തി വന്നൊരു സമയമുണ്ടല്ലോ, ആ സമയത്ത് പറഞ്ഞാൽ ഇതിപ്പോൾ അവരെല്ലാവരും ഗൾഫിലാണല്ലേ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, എടാ പൊട്ടക്ക്, ഇത് ഗൾഫല്ല, നമ്മുടെ നാടിനെ ഗൾഫാക്കിയിരിക്കുകയാണ് സംവിധായകൻ എന്ന് പറഞ്ഞു. ഈ മദീനത്തിൻ്റെ പാട്ടിൻ്റെ വരികളോ തീമോ അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥമോ നിസ്സാരവൽക്കരിച്ചല്ല ഈ സംസാരം. കാരണം ഇതിൻ്റെ പിന്നിൽ വന്ന ഒരുപാട് ടെൻഷൻ അനുഭവിച്ച് ഇങ്ങനെ ഒരു ചിത്രീകരണം നടത്തി വന്ന് ഇത് ഹിറ്റായി കഴിഞ്ഞപ്പോൾ അവരെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി മാത്രം, നിങ്ങളിലേക്ക് അവരെ അടുപ്പിച്ച് നിർത്താൻ വേണ്ടി മാത്രം. അപ്പോൾ നമുക്ക് വീണ്ടും ജഗദീഷിലേക്ക് വരുമ്പോഴത്തേക്ക്, ശരിക്കും മുൻപ് അഭിനയിച്ചിട്ടുണ്ടോ? നേരത്തെ അഭിനയ മേഖലയല്ലായിരുന്നു. ഞാൻ ഈ ചെറിയ ഡബിങ് കാര്യങ്ങള് ഈ മുഴുമാറ്റ ചിത്രം ഡബിങ് ആണോ? അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ചെയ്തോണ്ടിരുന്നത്. അന്നേരം ഈ ഷാൻ ചാർലി ഇതിന്റെ സംവിധായകൻ. അപ്പൊ റേഡിയോയിലൊക്കെ ട്രൈ ചെയ്യുന്നത് നല്ല ശബ്ദമാണല്ലോ. റേഡിയോയില് റേഡിയോ നാട്ടിൽ ഒരുപാടുണ്ടല്ലോ. ചെയ്തിട്ടില്ല? ഇല്ലില്ല, താല്പര്യമില്ല. അല്ല, നമ്മുടെ ഈ സമയത്തിന്റെ സാഹചര്യം കൊണ്ട് അത് കമ്മിറ്റ്മെന്റ്. അത് എല്ലാ ഡബിങ് എന്ന് പറയുന്നത് നമ്മുടെ ഡെയിലി സീരിയലൊക്കെ പോലെ സീരിയല്, അതുപോലെ മൊഴിമാറ്റ സിനിമകൾ, നാടകം, അങ്ങനെയുള്ള വോയിസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇവന്റെ ഒരു ഷോർട്ട് ഫിലിം, വെബ് സീരീസ് നാരങ്ങ മിഠായി എന്ന് പറയുന്നത്, അത് തൊടിയൂർ പാലത്തിന്റെ സൈഡ് വെച്ച് അങ്ങനെ ലൊക്കേഷൻ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ പോയത്. പോയപ്പോ അവിടെ മുക്കിടി രാജേഷ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം വരാൻ താമസിച്ചു, എന്തോ അസൗകര്യം പറഞ്ഞു. ആ ഒരു സീൻ ചെയ്തില്ലെങ്കിൽ മുന്നോട്ടുള്ള ഷൂട്ട് നടക്കത്തില്ല.
അങ്ങനെ ഇവരെല്ലാം കൂടെ എന്നെ പിടിച്ച് ആ ഒരു ക്യാരക്ടറാക്കി. ഓ, അതെന്താ പ്രായമുള്ള ക്യാരക്ടർ? അത് ഒരു ഇത് സെയിം പ്രായം. പ്രായം. അന്ന് കുറച്ച് താടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പൈങ്കിളി മുക്കുടി അല്ലല്ല തറയായിട്ട് നടക്കുന്നത്. പക്ഷെ അതിനുശേഷം ആ എപ്പിസോഡ് ഇറങ്ങിയതിന് ശേഷം ഇതുവരെ ഒരു 100ഓളം ഷോർട്ട് ഫിലിമുകളിൽ അഭിനയിക്കാൻ അവസരം കിട്ടി. ആ ഒരു മുക്കുടി. ശരിക്കും ഇനിയിപ്പോ മുക്കുടി ജഗദീഷ് എന്ന് പേരിടണം. മുക്കുടി ജഗദീഷ് അല്ല, മുക്കുടി രാജേഷ് എന്ന് എല്ലാവരും അറിയപ്പെടുന്നത്. രാജേഷൻ തന്നെയാണ് വിളിക്കുന്നത്. മദീനയുടെ മണ്ണിലൊന്ന് പോകണം, അവിടെ പോയി അവിടെ ഒന്ന് പ്രാർത്ഥിക്കണം എന്നുള്ള ആഗ്രഹമുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. അവരൊക്കെ എന്റെ മനസ്സിലേക്ക് കയറി വന്നു. ഞാൻ പിന്നെ അവരായിട്ട് അങ്ങ് ജീവിച്ചു, അത്രേ ഉള്ളൂ. അനൗൺസ്മെന്റിൽ നിന്ന് ഡബിങ്ങിൽ നിന്ന് വെബ് സീരീസ്, ഷോർട്ട് ഫിലിം, ഇപ്പം 2 സിനിമ കഴിഞ്ഞ്. അതേതൊക്കെയാ? ഒന്ന് പറയാതെ എന്ന് പറയുന്ന ആസാദൻ നായർ സംവിധാനം ചെയ്ത മൂവി ഇറങ്ങിയിട്ടില്ല. 2 പടം ഇറങ്ങിയിട്ടില്ല. പിന്നെ 2 ഐ വീക്ക്നെസ്, അതും പുതിയ നായകനാ. അതിനകത്ത് അത്യാവശ്യം നല്ലൊരു വേഷമാണ്. അതെ അല്ലേ. എന്തായാലും എനിക്ക് ഇന്നത്തെ എപ്പിസോഡ് റെജി മണൽ ഷോയിൽ ഇങ്ങനെ 2 നാട്ടുകാരെ, ഒന്ന് നമ്മുടെ ജഗദീഷ് കരുനാഗപ്പള്ളി, മുക്കുടി ജഗദീഷ് കരുനാഗപ്പള്ളി. ഇനിയിപ്പോ എനിക്കിപ്പോ നിന്നേന്ന് പറയാലോ, പ്രായം കൊണ്ടും നമ്മളുടെ പരിചയം കൊണ്ടുമൊക്കെ. മുക്കുടി ജഗദീഷിനോടൊപ്പവും റിയാസ് സിദ്ദിഖിനോടൊപ്പവും ഒക്കെ 2 താരങ്ങൾ. കാരണം 2 പേരും കൊച്ചു കൊച്ചു സിനിമകളിലൂടെ, വെബ് സീരീസിലൂടെ അങ്ങനെ അവകാശവാദങ്ങളൊന്നുമില്ലാതെ വിജയിച്ച് മുന്നേറി വരുന്നവരാണ്. അങ്ങനെയാണ് ഇപ്പം നമ്മൾ കാണുന്ന പുതിയ സിനിമകളായാലും പുതിയ സംരംഭങ്ങളൊക്കെ, അതിൽ ക്യാമറ എഡിറ്റേഴ്സ്, റൈറ്റേഴ്സ് എല്ലാം ചെറുപ്പക്കാർ വരുമ്പോൾ നമ്മൾ ചെറുപ്പക്കാരിൽ എന്തൊക്കെ കുറ്റങ്ങൾ കാണുന്നോ അതിൻ്റെയൊക്കെ 100 ഇരട്ടി ഗുണഗണങ്ങൾ അവരിലുണ്ടെന്ന് തെളിയിക്കുന്ന രീതിയിലാണ്. നമ്മൾ മമ്മൂട്ടി എന്ന് പറയുന്ന മഹാനടനെ പറ്റിയൊക്കെ പറയുന്നത് ഏറ്റവും ചെറുപ്പക്കാരായിട്ടുള്ള റൈറ്റേഴ്സിനെ തിരക്കി കഥകൾ എഴുതിക്കുകയാണെന്ന് പറയും. അതൊരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായിട്ട് എടുക്കരുത്. ബിക്കോസ് അത്രത്തോളം കഴിവ് അവരിലുണ്ട് എന്നുള്ളതാണ്. ഞങ്ങളിങ്ങോട്ട് വരുമ്പോൾ തന്നെ റിയാസിന് 2 പടം കൂടി വന്നു അല്ലേ. അതൊക്കെ ഒരു വലിയ ഭാഗ്യമാണ്. ഈ ലൊക്കേഷനിലേക്ക് എത്തുമ്പോൾ തന്നെ ആ വിശേഷങ്ങളൊക്കെ പറയാം. കീപ്പ് വാച്ചിങ്. എന്നാലും നമ്മൾ ഈ ഒരു ഷോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആ ഒരു കഥാപാത്രം, പേരില്ലല്ലേ ഇദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തിന് പേരില്ല, ആ ഫക്കീറിൻ്റെ ചില രംഗങ്ങൾ മറുപച്ചയല്ലേലും മണൽക്കാട് പൊള്ളും എന്നാലും മനസ്സിന്റെ തണലായി മാറുന്നു. അങ്ങനെ ഒരു സിനിമാ കഥ പോലെ, ഒരു കൊച്ചു സിനിമ പോലെ ഒരു പാട്ട് ഉണ്ടാക്കാനുള്ള ഒരു സംവിധാനം എങ്ങനെയാ വന്നത്? സംവിധാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിന്റെ പ്രൊഡ്യൂസർ തന്നെ, ഗാനം എഴുതിയ റിയാസ് തന്നെ ഇങ്ങനെ ഒരു ദിവസം വിളിച്ചിട്ട് പറയുകയാണ്, എടാ അതുപോലെ ഞങ്ങളൊരു പാട്ട് പ്ലാൻ ഇട്ടിട്ടുണ്ട്, അപ്പം നീ ഒന്ന് കേൾക്കണം, ഞാൻ നിന്റെ വാട്സപ്പിൽ അയച്ചിട്ടുണ്ട്. ഞാൻ കേട്ടു, കൊള്ളാം, നല്ലൊരു സോങ് ആണ്, അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഉടനെ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ ഓൾറെഡി ഫിക്സ് ചെയ്തിരുന്നു ഇതിന്റെ ക്യാരക്ടർ. കാസ്റ്റിംഗ് കഴിഞ്ഞു, ഡയറക്റ്റ് സംവിധാനം പണി കുറവായി. പക്ഷെ നമ്മൾ കാസ്റ്റ് ചെയ്ത നമ്മുടെ 2 സുഹൃത്തുക്കളായതുകൊണ്ട് നമുക്ക് ഏറെ സന്തോഷമായി. അതുപോലെയാണ് മദീനത്തുൻ നബവിയ ആൽബത്തിന്റെ കഥയുടെ ഒരു രീതി എന്ന് പറയുന്നത്. ഗുഡ് ജോബ്, വളരെ നന്നായിരുന്നു. അപ്പൊ ഇനി എന്താണ് ഭാവി പരിപാടികൾ? സത്യം പറഞ്ഞാൽ പെർമിഷൻ? ഓ തീർച്ചയായിട്ടും. ഭാവി പരിപാടി എന്ന് പറഞ്ഞാൽ സിനിമ കല്യാണം കഴിച്ചു, മോക്ക് 8 വയസ്സുണ്ട്. അവിടെ പേര് വജ്ര എന്നാണ്. വളരെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിൽ അവിചാരിതമല്ല എന്നറിയാം ഈ ഒരു ആൽബം ചെയ്യാനിടയായി. പ്രത്യേകിച്ച് ഈ ഒരു റമദാൻ വ്രതശുദ്ധിയോട് കൂടി, അല്ലെങ്കിൽ അങ്ങനെയല്ലോ റമദാൻ എന്ന് പറയുമ്പോൾ എല്ലാ ജാതി മതസ്ഥരും, ഇപ്പം ഗൾഫിലൊക്കെ ആണെങ്കിൽ, നാട്ടിലായാലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മറ്റ് മതസ്ഥരും വ്രതം നോക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെയുള്ളൊരു കാലത്ത് ഒരു ഭക്തിയുടെ മോഡിൽ ഈ പാട്ട് ഒരുപാട് കേൾക്കുന്നു. അതിൻ്റെ നല്ലൊരു വിഷ്വൽ, ശരിക്കും പറഞ്ഞ ഒരു കഥ പോലെ അങ്ങനെ ഒരു വിജയമാക്കാൻ പറ്റി എന്നുള്ള രീതിയിൽ ആസ് ആൻ ആർട്ടിസ്റ്റ് നിങ്ങളെ നമ്മുടെ ഉള്ള ഒരു ജ്യേഷ്ഠനും ബന്ധത്തിനപ്പുറം അഭിനന്ദിക്കുകയാണ്. നമ്മുടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന റെജി മണൽ ഷോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകരുടെയും പേരിൽ ഈ ആൽബത്തിൻ്റെ സംവിധായകന് തീർച്ചയായിട്ടും. അപ്പം തീർച്ചയായിട്ടും എനിക്ക് പറയാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ക്യാമറ കൈകാര്യം ചെയ്തേക്കുന്നത് തൻസീറാണ്. അദ്ദേഹത്തിന്റെ നല്ല ക്യാമറ വർക്ക് ഇതിൽ ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട്. നല്ല സംഭവമാണ്. അദ്ദേഹം തന്നെയാണ് എഡിറ്റ് ചെയ്തത്. എനിക്ക് ലാസ്റ്റ് വന്നിട്ട് ഇങ്ങനെ ഈ സൂഫിയും ഫക്കീറും കൂടി ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകുന്ന ഇങ്ങനെ പോകുന്നുണ്ട്. അത് ഭയങ്കര രസമായിട്ട്. അതാണ് വൈൻഡപ്പ്. ആൻഡ് ദ സിംഗർ ഷമീർ ഷാ കൊടുങ്ങല്ലൂർ പിന്നെ തീർച്ചയായിട്ടും വളരെ മനോഹരമായിട്ട് പാടിയിട്ടുണ്ട്. സമലൂനി പോലെ തന്നെ അൻഷാദ് തൃശ്ശൂർ ചെയ്ത് കൊടുത്തപ്പോഴത്തേക്കും അൻഷാദ് ഹി ഹിംസെൽഫ് ഈസ് എ സിംഗർ, പക്ഷെ അദ്ദേഹം പാടാതെ, അൻഷാദ് പാടാതെ അത് ഷമീർ ഷാ കൊടുങ്ങല്ലൂരിനെ കൊണ്ട് പാടിച്ച ആ ഫീല് വളരെ മനോഹരമായിട്ട് എനിക്ക് ഏറെ സന്തോഷമുണ്ട്. അവര് 2 പേര് വർക്ക് ചെയ്തൊരു പാട്ട്
സംവിധാനം ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷിക്കുന്നു. അപ്പോൾ അങ്ങനത്തെ ചില മുഹൂർത്തങ്ങൾ കൂടിയാണ് ഈ ഒരു യങ്സ്റ്റർ ഗ്രൂപ്പ് ദേ മേഡ് ഇറ്റ് ആൻഡ് ഇറ്റ്സ് എ ബിഗ് ഹിറ്റ്. അപ്പോൾ അത് ഒരു വലിയ കഴിവുള്ള ഒരു ഗ്രൂപ്പിൻ്റെ വിജയമാണ് ഈ ഒരു മദീനത്തിൻ്റെ നബവി എന്നുള്ള ആൽബം. അതുകൊണ്ട് തന്നെയാണ് ലോകമെമ്പാടുമുള്ള സംഗീതാസ്വാദകർ കാണാനും കേൾക്കാനും ഈ ആൽബം ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ തൽക്കാലം പിരിയുന്നു. വീണ്ടും റജി മണ്ണേൽ ഷോ ഉണ്ടാവും ഇൻഷാ അല്ലാ. നമുക്ക് വീണ്ടും കാണണം. മറ്റു പരിപാടികൾ നേരത്തെ റിലേഷനിലെ പ്രോഗ്രാം ആയാലും ഞങ്ങളുടെ എല്ലാവരുടെയും എല്ലാ പ്രോഗ്രാംസിനും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഈ ഒരു ആൽബം മദീനത്തിൻ്റെ നബവി എന്ന് പറയുന്ന ആൽബം ഇനിയും ഒരുപാട് പേർ കാണേണ്ടതുണ്ട്. കണ്ടവർ വീണ്ടും കാണുന്നു എന്നുള്ള പ്രത്യേകതയുണ്ട്. കാരണം അത്രയും മനോഹരമായിട്ടാണ് നമ്മുടെ റിയാസ് കരുനാഗപ്പള്ളി ഇതിൻ്റെ വരികൾ എഴുതിയിട്ടുള്ളത്. കാരണം ഇതിലൊരു വൈകാരികത മദീനയെപ്പറ്റി, മക്കയെപ്പറ്റി, അല്ലെങ്കിൽ ഹജ്ജിനെ പറ്റിയോ ഉംറയെ പറ്റിയോ ഒക്കെ എഴുതാൻ തീരുമാനിച്ചാൽ ഏതൊരു വിശ്വാസിക്കും വരിക സ്വാഭാവികമാണ്. പക്ഷേ അത് മനോഹരമായി ചിട്ടപ്പെടുത്തി വേണ്ടത് ചേർത്ത് അതിശയോക്തി ഇല്ലാതെ അത് ഇതുവരെ കേൾക്കാത്ത മദീന പാട്ടായിട്ട് മാറി എന്നുള്ളതാണ് ഇതിലൊരു പ്രത്യേകത. ആസ് എ ലിറിസിസ്റ്റ് ഹി ഡിഡ് ഇറ്റ് വെൽ. പിന്നെ മ്യൂസിക് ഡയറക്ടർ അൻഷാദ് തൃശ്ശൂർ വളരെ വൈറലായിട്ട് വളരെ ഫാസ്റ്റായിട്ട് പോകുന്ന ഒരു സംഭവമാണ്. അൻഷാദിൻ്റെ ഒരു ഓഫർ കൂടി ഉണ്ട്. അത് ഞാൻ സാന്ദർഭികമായിട്ട് പറയുകയാണ്. ഈ പാട്ട് നിങ്ങൾ ട്രാക്ക് പാടി അയക്കുവാണെങ്കിൽ അതിനൊരു സമ്മാനം കിട്ടുന്നൊരു പരിപാടിയുണ്ട്. ഞാനത് വിശദമായിട്ട് പിന്നീട് പറയാം. അങ്ങനെ ഒരു സംഭവം കൂടിയുണ്ട്. അപ്പോൾ ഈ പാട്ടിനെ കേൾക്കുമ്പോൾ അതിൻ്റെ ട്രാക്ക് യൂട്യൂബിലുണ്ട്. അത് പ്രാക്ടീസ് ചെയ്ത് വെച്ചോളൂ. ബിക്കോസ് യു ആർ ഗോയിങ് ടു ഗെറ്റ് ബ്യൂട്ടിഫുൾ ഗിഫ്റ്റ്സ് ഫ്രം അവർ ടീം സൈഡ്. പിന്നെ അഭിനയിച്ചിട്ടുള്ള റിയാസ് സുദിഖ് ആൻഡ് ജഗദീഷ് കരുനാഗപ്പള്ളി, സംവിധാനം ചെയ്ത ഷാൻ ചാർലി, എഡിറ്റ് ചെയ്ത് ക്യാമറ ചെയ്ത തൻസീർ കായംകുളം. അങ്ങനെ ഒരു വലിയ ടീം വർക്കിൻ്റെ വിജയമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ റജി മണ്ണേൽ ഷോ കണ്ടു കഴിഞ്ഞിട്ട് ഫുൾ പാട്ട് ഒരിക്കൽ കൂടി കാണണം. അപ്പോൾ മാത്രമാണ് ഞങ്ങൾ എന്ന് പറയുന്നത്, എൻ്റെ കൂടെയുള്ള ഈ ടീം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയത് എന്താണെന്ന് നിങ്ങൾ റിയലൈസ് ചെയ്യുക. അഭിപ്രായങ്ങൾ അറിയിക്കുക. വീണ്ടും കാണാം. എല്ലാവരുടെ ഭാഗത്തു നിന്നും നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.